ഹലോ, അപ്പം ഞാനിന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ രാമൻ്റെ തറിയിലൊക്കെ കയറി രാമേട്ടൻ പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആളിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റേതായ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. രാമൻ്റെ തറിയിൽ കയറി അവരെല്ലാവരും അവിടെ പണികളൊക്കെ ചെയ്തു. രാമനെ തോട്ടി വെച്ച് കൊടുത്തു. രാമനെ ഇനിയിപ്പോൾ നീരുകാലം കഴിഞ്ഞു. ഇനി നല്ലൊരു ദിവസം നോക്കിയിട്ട് പുറത്തിറക്കുന്ന നാളായിട്ടുണ്ട്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് വൈകാണ്ട് തന്നെ നമ്മുടെ രാമൻ ഇനി പൂരപ്പറമ്പിലൊക്കെ അത്രയ്ക്കും സജീവമായിരിക്കും. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഈ മതപ്പാടിൽ രാമനെ പോയി കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. എന്താ വെച്ചാൽ അവൻ ആകെ അഴുക്ക് പിടിച്ച് വയ്യാത്ത പോലെ അത്രയ്ക്കും ക്ഷീണമായിട്ട് നിൽക്കുമ്പോൾ ഇനി അങ്ങോട്ട് നല്ലപോലെ കാണാമല്ലോ. അപ്പം ഇന്ന് രാമേട്ടൻ അഴിച്ച് ഒക്കെ റെഡിയായി. അപ്പോൾ ഇത് ഞാൻ വേറൊരു വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഇതള് ഒരു ലാസ്റ്റത്തെ വന്ന വീഡിയോ. രാമനിതാ തോട്ടി വെച്ച് മൊത്തം സെറ്റായി. രാമേട്ടൻ തറിയിൽ കയറി പണികൾ നടത്തി. അപ്പോൾ രാമൻ നമ്മളെ പൂരക്കാലത്തിലേക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ദാസൻകുട്ടി ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ശരിയായി. അപ്പോൾ ഇത് നമ്മുടെ രാമൻ്റെ ഒഫീഷ്യൽ ചാനലാണ്, സാപ്പ് രാമനിസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അവർക്കത് കറക്റ്റായിട്ട് കിട്ടി. നേരത്തുമ്പോഴത്തേന് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റയിലായാലും ഇങ്ങനെ നമുക്ക് അത്രയും രാമൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളാണ് ഇവർ ചാനലിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയ്ക്കും സന്തോഷമുണ്ട്. രാമൻ്റെ നീരുകാലം കഴിഞ്ഞു. വല്ലാത്തൊരു കാത്തിരിപ്പായിരുന്നു. അത് രാമന് ഇഷ്ടപ്പെടുന്ന പൂരങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പം നല്ല സന്തോഷമാണ്. ഇനി നമ്മുടെ രാമൻ പൂരപ്പറമ്പുകളിലൊക്കെ അത്രയും സുന്ദരനായിട്ട് ഇനി വരും. അപ്പോൾ ബൈ.